പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ എറണാകുളത്ത് നിന്ന് കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. വീണ്ടും പതിവ് പോലെ 2026 ഫിഫ വേൾഡ് കപ്പ് രണ്ടാം ദിവസത്തെ കളിയുടെ അവലോകനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ ആദ്യത്തെ കളി ഗ്രൂപ്പ് ബിയിൽ കാനഡയും ബോസ്നിയയും തമ്മിലായിരുന്നു. എൻ്റെ സ്വന്തമായ വ്യക്തിപരമായിട്ട് അഭിപ്രായത്തിൽ വളരെ നിലവാരം കുറഞ്ഞ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ മോശമായിട്ട് കളിച്ചെന്നോ എന്നല്ല ഞാൻ പറയണത്. നമ്മൾ കാണുന്നത് ഒരു വേൾഡ് കപ്പാണ്. ഇത്രയും രാജ്യങ്ങളുള്ള വേൾഡ് കപ്പിൽ ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് കാനഡ ഓക്കെ ഹോസ്റ്റിംഗ് കൺട്രിയാണ്. ബോസ്നിയ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് യൂറോപ്യൻ ഗ്രൂപ്പിൽ നിന്നൊക്കെ ക്വാളിഫൈഡ് ചെയ്തിട്ട് വന്ന ടീമാണ്. അവർ ഇറ്റലിനെയും ഡെൻമാർക്കിനെയൊക്കെ പുറത്താക്കിയിട്ട് ക്വാളിഫൈ ചെയ്ത് വന്നതാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ ഒരു വേൾഡ് കപ്പ് കാണുമ്പോൾ കാനഡയും ബോസ്നിയയും തമ്മിലുള്ള കളി തീരെ നിലവാരം കുറഞ്ഞതായിരുന്നു. ഒരു വേൾഡ് കപ്പ് കളിയായിട്ട് എനിക്ക് തോന്നിയില്ല. രണ്ട് ടീമും നിരാശപ്പെടുത്തി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ആദ്യ പകുതിയിൽ തന്നെ ബോസ്നിയ ഒരു ഗോളൊക്കെ അടിച്ചിട്ട് മുന്നിട്ട് നിന്നു. ഞാൻ വിചാരിച്ച് മിക്കവാറും കാനഡ ഈ കളി തോക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല ഫുൾ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാനഡയിൽ അവരുടെ ജനങ്ങളുടെ മുമ്പിലാണ് കളിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് സ്കോറൊന്നും ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല. അവസാനം അവർ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോളടിച്ച് സമനിലയെങ്കിലും പിടിച്ചത് ഭാഗ്യം. അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അത് താങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പിൽ കാനഡ, ബോസ്നിയ, സ്വിറ്റ്സർലാൻഡ്, ഖത്തറിൽ സ്വിറ്റ്സർലാൻഡ് വേൾഡ് കപ്പ് ഉള്ള കാലം മുതൽ സ്ഥിരമായിട്ട് കളിക്കുന്നതാണ്. മിക്കവാറും ഒക്കെ ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ അവരെത്താറുണ്ട്. അപ്പോൾ അവർ ഗ്രൂപ്പിൽ നമ്പർ 1 ആയിട്ട് പോവും. നമ്പർ 2 ആയിട്ട് ബോസ്നിയയും, നമ്പർ 3 ആയിട്ട് കാനഡ നോക്കൗട്ടിലോട്ട് പോകുന്നൊക്കെയാണ് പൊതുവെ കളി തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രാഥമിക ചിന്താഗതികൾ. ഖത്തർ ഇതിൻ്റെ നിന്ന് ഔട്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇന്നലത്തെ കളി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ സെറ്റപ്പ് തന്നെ മാറും. ഇനി ഖത്തറിൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഖത്തറും സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള കളിയിൽ ഖത്തർ എങ്ങനെ കളിക്കണമെന്ന് നോക്കിയിട്ട് വേണം ഇനി ഈ ഗ്രൂപ്പിൽ ആരൊക്കെ മുന്നോട്ട് പോകും എന്ന് പറയാൻ. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കളിക്ക് മുമ്പുണ്ടായ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി. അപ്പോൾ ആദ്യത്തെ കളിനെ കുറിച്ച് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കളി ഇന്ന് രാവിലെ കണ്ടത് USA-യും പരാഗ്വേയായിട്ടുള്ള കളിയാണ്. USA ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 ഗോള് ഒരു കളിയിൽ വേൾഡ് കപ്പിൽ അടിച്ചേക്കുന്നതാണ്. 4-1 ഏകപക്ഷീയമായി പരാഗ്വേയെ തോൽപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരാഗ്വെ തീർത്തും നിരാശപ്പെടുത്തി. പരാഗ്വെ എന്ന് പറയുന്ന ടീം സൗത്ത് അമേരിക്കയിലെ ഒരു നല്ലൊരു ടീമാണ്. ബ്രസീൽ, അർജൻറ്റീന, കൊളംബിയ, ഉറുഗ്വേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പറാണ് പരാഗ്വേക്ക്. പരാഗ്വെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണെന്നാണ് പൊതുവെയുള്ള ധാരണ. അവരുടെ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധ നിര പാളി പൊളിഞ്ഞ് പണ്ടാരടയും. 4 ഗോൾ അടിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഡിഫൻസ് പോയില്ലേ. രണ്ടാമത്തെ കാര്യം, കളിക്ക് മുമ്പ് ഇവർ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ സൗത്ത് അമേരിക്കയിലുള്ള ബ്രസീൽ, അർജൻറ്റീന, കൊളംബിയ ഈ ടീമിനെയൊക്കെ വിറപ്പിച്ചിട്ടാണ് ക്വാളിഫൈ ചെയ്ത് വന്നേക്കണത്. അങ്ങനെയുള്ളൊരു ടീം അമേരിക്കക്കെതിരെ ഇത്ര ദയനീയമായി പരാജയപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ സെറ്റപ്പ് തന്നെ നമ്മൾ ആ ഗ്രൂപ്പിൽ USA ഉണ്ട്, ടർക്കി ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, പരാഗ്വെ ഉണ്ട്. വേൾഡ് കപ്പ് കളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആ ഗ്രൂപ്പിൽ ടർക്കി 1ാം സ്ഥാനം വരും, USA 2ാം സ്ഥാനം, 3ാം സ്ഥാനമായിട്ട് പരാഗ്വെ വരും.
ചിലപ്പോൾ 2ാം സ്ഥാനം വരെ പരാഗ നേടുമെന്നൊക്കെ ചിന്തിച്ചതാണ്. ആസ്ട്രേലിയ അതിൽ നിന്ന് ഔട്ടാവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇന്നലത്തെ കളിയോടുകൂടി നമ്മൾ നേരത്തെ ചിന്തിച്ച് വെച്ചേക്കണ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു. ഇനി ആസ്ട്രേലിയയും കൂടി തമ്മിലുള്ള കളിയും ആസ്ട്രേലിയ ടർക്കിയും കൂടിയുള്ള കളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ USA ഒരു അടിപൊളി ടീമായിട്ട് ആദ്യത്തെ കളി തന്നെ നല്ല രീതിയിൽ ശക്തമായി മുന്നേറുന്നുണ്ട്. പരാഗ്വേ പോലെയുള്ള ഒരു ടീമിന്, വളരെ സ്ട്രോങ് ഡിഫൻസ് ആയിട്ടുള്ള ഒരു ടീമിനെയൊക്കെ പൊളിച്ചടക്കി 4 ഗോൾ അതിൻ്റെ അകത്ത് കയറ്റി എന്നൊക്കെ പറഞ്ഞ് തന്നെ വലിയ സംഭവമാണ്. അപ്പോൾ ഇന്നലെ കണ്ട കളീനെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. നാളെ രാവിലെ ബ്രസീലിൻ്റെ കളിക്കായിട്ട് കാത്തിരിക്കുന്നു. ബ്രസീൽ മൊറോക്കോ, അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു മത്സരങ്ങളിൽ ഒന്ന് ബ്രസീൽ മൊറോക്കോ ആയിട്ടായിരിക്കും. ഈ കളിയുടെ റിസൾട്ടായിരിക്കും ബ്രസീലിൻ്റെ മുന്നോട്ട് പോക്ക് എന്താവുമെന്ന് നമ്മൾ ചിന്തിക്കുക. വലിയ കുഴപ്പമുള്ള ടീമല്ലെങ്കിലും മീൻസ് ആ ഗ്രൂപ്പ് സി ഗ്രൂപ്പിൽ ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ്, ഹൈറ്റി എന്ന് പറഞ്ഞ 4 ടീമാണ്. അതിൽ 3 പേർക്ക് ഇപ്പോൾ ക്വാളിഫിക്കേഷന് സാധ്യതകളുണ്ട്. ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലാൻഡ് ചെല്ലും. അതിൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. ബ്രസീലിന് ഇപ്രാവശ്യം ഞാൻ ബ്രസീലിൻ്റെ ആരാധകനാണെങ്കിലും ഇപ്രാവശ്യം വലിയ ഇതൊന്നും കൊടുക്കണില്ല. കൂടി വന്ന ഒരു ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ എത്തും എന്നുള്ളതാണ്. അതും ഇന്നത്തെ കളി മൊറോക്കോ ആയിട്ട് അവരെങ്ങനെ കളിക്കണമെന്ന് ചിന്തിച്ചിട്ട് വേണം, കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. അല്ലാണ്ട് ഇതുവരെയുള്ള വേൾഡ് കപ്പിൽ വന്ന ബ്രസീലായിട്ട് ഞാൻ കാണുന്നില്ല. ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു ടീമായിട്ട് ഞാൻ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ബ്രസീൽ സ്ക്വാഡിനെ കാണുന്നത്. അപ്പോൾ അത് നാളെ മീൻസ് രാത്രി 3 മണിക്കെങ്ങാണ്ടുമാണ് അത് കാണണം. ബാക്കി 2 കളിയും കാണണം. അപ്പോൾ ഓക്കെ, ഈ കളിയൊക്കെ കഴിഞ്ഞ് നാളെ കാണാം. താങ്ക് യു വെരി മച്ച്.